PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളെ കുറിച്ച് നോക്കാം. നമ്മൾ കൃത്യമായിട്ട് PSC അപ്ഡേറ്റുകൾസ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. PSC എക്സാം ഡേറ്റുകൾ, കൺഫർമേഷൻ ഡേറ്റുകൾ, എല്ലാ കാര്യങ്ങളും PSC സംബന്ധമായിട്ടുള്ള ഓരോ വിവരങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കും. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ PSCക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ SCRT പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 5 മുതൽ 10ാം ക്ലാസ് വരെ SCRT പാഠപുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. 100 മാർക്കിന് ചോദ്യം 40 ചോദ്യമെങ്കിലും SCRTനെ ബേസ് ചെയ്താണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും SCRTയുടെ പുതിയ 5, 7, 9 മാറിയ ടെക്സ്റ്റ് ബുക്ക് അടക്കമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് SCRTനെ ബേസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് SCRT വായിച്ചു പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീനിന്റെ നമ്പർ കൊടുത്തേക്കാവേ. അപ്പൊ നമുക്ക് PSC ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024 കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യേണ്ടത്, കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2025 ആണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കുക. 11/6/2025 തന്നെ കൺഫർമേഷൻ നൽകേണ്ടതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഡെയിലി മാരത്തോൺ വീഡിയോസ് 200 ഡേ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് വീഡിയോ ഫോളോ ചെയ്ത് പോരുവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയും വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ 24/5/2025 തീയതിയിൽ സാറ്റർഡേ 1:30 PM മുതൽ 3:15 വരെ കാറ്റഗറി നമ്പർ 051/24, 277/24, 576/24, 577/24 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള OMR പരീക്ഷ കോട്ടയം ജില്ലയിലെ 1443 നമ്പർ പരീക്ഷ കേന്ദ്ര ചുവടെ ചേർക്കുന്ന വിധം മാറ്റം വരുത്തിയിരിക്കുന്നു. ഗവൺമെന്റ് HSS ഫോർ ബോയ്സ് വൈക്കം തെക്കേനട PO ഗവൺമെന്റ് HSS ഫോർ ബോയ്സ് വൈക്കം തെക്കേനട PO കോട്ടയം. ഇനി പുതിയ പരീക്ഷ കേന്ദ്രം എന്ന് പറയുന്നത് ഗവൺമെന്റ് HSS TV പുരം വൈക്കമാണ് കേട്ടോ. ഇനി രജിസ്റ്റർ നമ്പർ, ആ പരീക്ഷ കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്ന രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 110027 മുതൽ 110047 വരെ പുതിയ രജിസ്റ്റർ നമ്പർ. ഈ ഇത്രയും രജിസ്റ്റർ നമ്പർ ഉള്ളവർക്ക് പരീക്ഷ കേന്ദ്രം മാറിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഉള്ള ഉദ്യോഗാർത്ഥി പുതിയ പരീക്ഷ കേന്ദ്രത്തിൽ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് എത്തിച്ചേരേണ്ടത്. പഴയ കേന്ദ്രം മാറി നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറുകാർക്ക്, രജിസ്റ്റർ നമ്പറുകാർക്ക് പുതിയ കേന്ദ്രം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധയിൽ ഓർക്കുക. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്തൊന്ന് പരിശോധിക്കുക കേട്ടോ. ഇനി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ കൺഫർമേഷൻ ഡേറ്റും, ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺഫർമേഷൻ ഡേറ്റും, പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എഡ്യൂക്കേഷൻ കൺഫർമേഷൻ ഡേറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തം ഹൈസ്കൂൾ ടീച്ചറിന്റെ കൺഫർമേഷൻ ഡേറ്റുകളും അതിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷൻ ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്രൊഫൈൽ. നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി HSA മാത്സ് എക്സാം ഡേറ്റ് August 8-നാണ്. HSA ഇംഗ്ലീഷിന്റെ എക്സാം ഡേറ്റ് August 20-നാണ്. HSA നാച്ചുറൽ സയൻസിന്റെ എക്സാം ഡേറ്റ് August 4-നാണ്. HSA ഫിസിക്കൽ സയൻസിന്റെ August 6-നാണ്. HSA ഹിന്ദിയുടെ August 7-നാണ്. അപ്പൊ HSA മാത്സ് August 8, HSA ഇംഗ്ലീഷ് August 20, HSA നാച്ചുറൽ സയൻസ് August 4, HSA ഫിസിക്കൽ സയൻസ് August 6, HSA ഹിന്ദി August 7 എന്നീ മാസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ HSA പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ, അതായത് സോഷ്യൽ സയൻസിന്റെ ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് പോലും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഓഗസ്റ്റ് സമയങ്ങളിൽ എന്തായാലും HSA സോഷ്യൽ സയൻസിന്റെ പരീക്ഷ ഉണ്ടാവില്ല. HSA സോഷ്യൽ സയൻസ് ഡിസംബറിൽ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ നടക്കാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാത്തിന്റെയും HSAയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്നവർ കൃത്യമായിട്ട് നന്നായി പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. പഠിച്ച് നന്നായിട്ട് ഉള്ളവർ വീണ്ടും റിവിഷൻ ഒക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും HSA സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ, സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.